പാട്ട് ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാ അവസരം കിട്ടുക എന്നുള്ളത് ഒന്നും അറിയില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റോസസ് ഫാമിലി ക്ലബ് ഉണ്ട് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്നെ പാടാൻ ഇങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ ഒരു പ്രോഗ്രാമിന് മേനോൻ സാർ ആങ്കർ ചെയ്തിരുന്ന സല്ലാപം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ ഒരു ടാലൻ്റായിട്ട് ഇൻ്റർവ്യൂ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി അദ്ദേഹമാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ പാട്ട് പാടുന്നത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുറച്ച് പ്രോഗ്രാംസിനൊക്കെ എന്നെ വിളിച്ചു. അപ്പോൾ മേനോൻ സാറാണ് എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചത്, അഖിലയുടെ ശബ്ദം ഡബ് ചെയ്യാൻ നല്ലതായിരിക്കും, ട്രൈ ചെയ്തുകൂടെയും ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു തുടങ്ങിയ ഓക്കെ, അങ്ങനെ ഒരു ശബ്ദം കൊണ്ട് പാട്ട് മാത്രമല്ല, അങ്ങനെയും ഒരു അവസരം ഒരു മേഖലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ എത്താം. അപ്പോൾ ഞാനൊരു ഡബ്ബിംഗ് കോഴ്സ് ചെയ്തു. ശിവമോഹൻ തമ്പി എന്ന് പറയുന്ന സീരിയൽ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം കുറേ സീരിയൽസ് ചെയ്തു. ദൂരദർശനിലും സൂര്യ ടി വിയിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഉള്ള കുറേ സീരിയൽസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തു. 1-2 സിനിമകൾ ചെയ്തു. ജോസഫിന് മുമ്പ് അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പൃഥ്വിരാജാണ് നായകൻ. അതില് പൃഥ്വിരാജിന്റെ ഹീറോയിന് ഞാൻ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് എന്റെ ശബ്ദം കൊടുത്തു. പിന്നെ ക്ലാസ്മേറ്റ്സിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. BBC എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. 1-2 സീനിലേ ഉള്ളൂ, അത് ചെയ്യാൻ പറ്റി. പിന്നീടാണ് ജോസഫിലൊക്കെ ഇപ്പൊ ഈ അടുത്തല്ലേ 2018 ജോസഫ് വരുന്നത്. അത് ഞാൻ ജോസഫിൽ പാടി. കരിനീല കണ്ണുള്ള പെണ്ണെ എന്ന് പറയുന്ന കാർത്തിക്കാണ് മെയിൽ പാടിയിരിക്കുക. അതിനകത്ത് കുറച്ച് ഫീമെയിൽ പോർഷൻ ഉണ്ട്. അത് പാടിയത് ഞാനാ. അപ്പം അത് പാടാൻ ചെല്ലുമ്പോൾ ജോജി ചേട്ടനാണ് ചോദിച്ചത്, ഈ വോയിസ് അതിനകത്തൊരു ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു, നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ജോസഫില് മാധുരി എന്ന് പറയുന്ന ആക്ട്രസിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ജോസഫിന്റെ 3 നായികമാരുണ്ട് അതിൽ. ആദ്യത്തെ നായികയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. പുള്ളിക്കാരി മലയാളി അല്ല. അതിങ്ങനെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജോസഫിനെ സ്നേഹിക്കുന്ന, അതായത് ആദ്യത്തെ കാമുകിയാണ്. അപ്പം വളരെ രഹസ്യമായിട്ട്, ആരും കേൾക്കാതെ കാണാതെ രഹസ്യമായിട്ട് കാണുന്ന കുറച്ച് സീൻസൊക്കെയാണ് ഡബ് ചെയ്തത്.